ഭർത്താവിനെ വഞ്ചിച്ചിട്ടും മക്കളെയും കൂട്ടിപ്പിടിച്ചിട്ട് ഒളിച്ചോടിയില്ല. ഇന്നലെ വന്നവനെ കതക് തുറന്നു കൊടുത്തില്ല. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പെട്ടികളെയും പിടിച്ചുകൊണ്ട് ഒളിച്ചോടിയില്ല. ഒരു നേരത്തെ വെള്ളം പോലും കിട്ടാതെ ഇന്ന് നിന്റെ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോ നിനക്ക് ഭക്ഷണത്തിന് കടയിലേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നിനക്ക് ആശുപത്രിയിൽ പോകാൻ വണ്ടി ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത്. നിനക്ക് നിന്റെ മക്കൾക്കും ഒരു കുറവും വരാതെ ആ പാവപ്പെട്ടവൻ ഗൾഫിന്റെ മണലാരണ്യത്തില് കട്ടപ്പെട്ടിട്ട് അവൻ ഈത്തപ്പഴം പൊതിഞ്ഞു കൊണ്ടുവരുന്ന ചാക്കിൽ കിടന്നുറങ്ങിയിട്ട് ഭാര്യക്കും മക്കൾക്കും പെട്ടെന്ന് കീറിപ്പോയാൽ അത് മാറ്റിക്കൊടുത്ത് പരിപരുത്ത കടത്തറയിൽ കിടന്നുറങ്ങുന്നവൻ ഭാര്യക്കും മക്കൾക്കും സമൃദ്ധിയുടെ പാഠങ്ങൾ സംഭാവന ചെയ്യുമ്പോ ഏൽപ്പിച്ചിട്ട് പോയ പൊന്നുമോന് കുടിക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാതിരുന്നിട്ട് ആ ചോരപ്പൈതനെയും കയ്യിൽ പിടിച്ച് 8 വർഷത്തോളം തന്റെ ശരീരത്തെ സൂക്ഷിച്ച് മോനെ വളർത്തി വലുതാക്കി 8 വർഷം കഴിഞ്ഞ് പ്രിയപ്പെട്ട വാപ്പ തിരിച്ച് വീടിന്റെ പടിവാതിക്കലെത്തിയപ്പോ ആ മോൻ ഇസ്മായിൽ ഒരിക്കലും വാപ്പയെ തള്ളിപ്പറഞ്ഞില്ല. ഇതാരാന്ന് കാണാതെ പേടിച്ചോടിയില്ല. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പാനെ കണ്ട ഓർമ്മയില്ല. പക്ഷേ സഹോദര, ചരിത്രം അറിയുമല്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട വാപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് മോനെ നിന്റെ കരുത്തറക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമേറെന്നറിയോ? ഞാനും നിങ്ങളും അടക്കമുള്ള വാപ്പമാര് മക്കളുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വിളിയാണത്. യാപത്തി, എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പാ, എന്റെ വാപ്പാന്നല്ല, എന്റെ പിതാവേന്നല്ല, എന്റെ കരളിന്റെ കസനമായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഇന്നേ വരെ നമ്മുടെ മക്കള് നമ്മളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അവൻ പ്രസവിച്ച അന്ന് മുതൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കുറവ് വരുത്താറ്, വസ്ത്രത്തിന് കുറവ് വരുത്താറ്, മക്കളെ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഉരുകി 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 തീർന്നിട്ടും നമ്മുടെ മക്കൾ ഇന്നേ വരെ നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. 8 വർഷം കഴിഞ്ഞ് ജനിച്ച ഉടനെ ഉപേക്ഷിച്ചിട്ട് പോയ വാപ്പ വീടിന്റെ മുൽപ്പടിയിൽ വന്ന് നിൽക്കുമ്പോ ഇസ്മായിൽ നബിയുടെ വിളി യാബത്തി, എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പാ. ആരായത് പഠിപ്പിച്ചു കൊടുത്തത്? തന്റെ ഭർത്താവിനെ കുറിച്ച് മടിയിൽ കിടക്കുമ്പോ മോനോട് മോനെ ഇസ്മായിലേ, വാപ്പ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോയത് നമ്മളെ ഉപേക്ഷിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പോയടാ. അതുകൊണ്ട് പൊന്നുമോനെ, നിന്റെ ഉപ്പ പാവമാണ് കേട്ടോ, നിന്റെ ഉപ്പ പാവമാണ്. നിന്റെ ഉപ്പ നിന്നെ ഇട്ടിട്ട് പോയത് ഉപ്പാടെ ഹൃദയത്തിന് കാഠിന്യമുള്ളത് കൊണ്ടല്ല. ഉപ്പ ചോരപ്പൈതരായ നിന്നെ ഇട്ടിട്ട് ഗൾഫിൽ പോയത് ഗതികേട് കൊണ്ടാണ്. അതുകൊണ്ട് മോനെ, ഉപ്പാനെ മനസ്സിൽ വെറുക്കരുതേ എന്ന് മടിയിലിരുത്തിയിട്ട് ഉപ്പ എന്ന പാഠത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഭാര്യയുണ്ട്, പ്രവാസിയുടെ ഭാര്യ. അതാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹാ. പഠിക്കേ ഖുർആനിന്ന് മടിയിലിരുത്തിയിട്ട് മോനോട് പഠിപ്പിക്ക ഉപ്പായെ കുറിച്ച്. ആരായിരുന്നു ഉപ്പായെ കുറിച്ച് പറയാ? എത്ര സമയത്ര 9 എത്ര വക്കറാക്ക സമയത്ര 9 9:30 സമയത്ര 9:30. ഇപ്പൊ നിങ്ങൾ വാച്ച് ഞാൻ ചോദിച്ചപ്പോ സമയം പറഞ്ഞല്ലോ. സമയത്രയാ 9:30. നിങ്ങളിപ്പോ നോക്കിയത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി മാത്രമാണ്. അതിന്റെ ഇടയിൽ വാച്ചിന് വേറൊരു സൂചി കറങ്ങണില്ല. ഇപ്പൊ 45 സെക്കൻഡായി. എന്താ നിങ്ങള് പറയാത്തത്? എന്താ സെക്കൻഡ് സൂചി നിങ്ങളങ്ങ് വിട്ടുകളഞ്ഞ? നമ്മൾ നോക്കിയപ്പോ ആകെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയാണ്. ആ സെക്കൻഡ് സൂചി വിട്ടുകളഞ്ഞ എന്താ? അത് കറങ്ങണത് കൊണ്ടാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി കറങ്ങണത്. പക്ഷെ ആദ്യം നോക്കി ആദ്യം കണ്ട മണിക്കൂർ സൂചി മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി ആരും നോക്കൂല. അതാണ് വാപ്പ. ഇതാണ് വാപ്പ. നമ്മൾ ആദ്യം നോക്കണ മണിക്കൂർ സൂചിയാണ്. അതാണ് ഉമ്മ. ഈ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞു 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 വാപ്പ അതിന്റെ ഉള്ളില് അങ്ങ് പെട്ടുപോയി. എടാ കുട്ടിയെ, ഉമ്മ അമ്മിഞ്ഞപ്പാല് തന്ന ഉമ്മയല്ലേന്നാണ്. നിന്റെ ഉമ്മാന്റെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാൽ ഉണ്ടായത് നിന്റെ വാപ്പ ഈ കൈക്കോട്ട് എടുത്ത് മണ്ണിൽ പോയി കിളച്ചിട്ട് വൈകുന്നേരം കിട്ടിയ പൈസ കൊണ്ട് ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഉമ്മാടെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാൽ നിനക്ക് കുടിക്കാനുണ്ടായത്. പക്ഷെ വാപ്പ കൈക്കോട്ട് പൊക്കിയതാരും പറയില്ല. പറയൂ.
വാപ്പ വേണ്ട ആർക്കും. കാരണം എന്താ? ഉമ്മാടെ സ്നേഹം അറിയൂ. കുട്ടിയൊന്ന് വീണാല് നിലവിളിച്ചാൽ ഉമ്മ ഓടിപ്പെടുക്കല്ലോ എന്റെ പൊന്നേന്ന് പറഞ്ഞെടുത്ത് മടിയിൽ വെച്ച് ഉമ്മ ഇങ്ങനെ നെറ്റിയിൽ മുത്തം കൊടുക്കും. അപ്പോഴും വാപ്പ സിറ്റൗട്ടിലെ ചാരുകസേരയിൽ ചാരി ഇരുന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിന്റെ കൂടിൽ ഒരു തുള്ളി കണ്ണീരേ ഉണ്ടാവും. ഉമ്മാടെ കണ്ണീർ കൂടെ ഒഴുകണത് പമ്പാ നദി മാതിരി ഒഴുകും. അത് ആളുകൾ കാണും. വാപ്പാന്റെ ആണുങ്ങളുടെ കണ്ണിൽ കണ്ണീര് ഈ കോണിൽ ഒരു തുള്ളിയെ വരൂ. അതുകൊണ്ട് അത് ആരും കാണാറില്ല. എന്റെ മോൻ വീണപ്പോ എന്റെ ഭാര്യ ഓടിച്ചെന്നെടുത്തിട്ട് എന്റെ മോന്റെ മുഖത്ത് മുത്തുമ്പോ പടച്ചോനെ എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും എന്ത് സ്നേഹമാണെന്ന് കരുതി സിറ്റൗട്ടിലിരുന്നിട്ട് കണ്ണിന്റെ ഈ കോണിൽ ഒരു തുള്ളി കണ്ണീര് വരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് വാപ്പ. അത് ഒരു തുള്ളി ആയതുകൊണ്ടും കാണൂല. വാപ്പാന്റെ കണ്ണ് അധ്വാനിച്ച് കുഴിഞ്ഞു പോയത് കൊണ്ട് വാപ്പാന്റെ കണ്ണ് കുറച്ച് കുഴിഞ്ഞായിരിക്കുക. ഉമ്മ കൺമശി പുരട്ടി മരമാവര് കറുത്തിട്ടാണ് ഇരിക്കുക. വാപ്പ ഈ പെണ്ണെ വാപ്പ ഇറങ്ങി പോകുമ്പോ രാവിലെ വീട്ടിൽ നിന്ന് വാപ്പ ഇറങ്ങി പോകൂലേ? അപ്പൊ ഉമ്മ മക്കളോട് പറയണം, മക്കളെ പോണ മനുഷ്യനെ കണ്ടോ? എന്നെ കെട്ടാൻ വന്നപ്പോ എന്തായിരുന്നു മനുഷ്യനെന്നറിയോ? ഇന്ന് പോണ കണ്ടോ? ഷുഗറും പിടിച്ച് പ്രഷറും പിടിച്ച് ആ മനുഷ്യൻ മെലിഞ്ഞു പോയത് കണ്ട്. എന്നെ കെട്ടാൻ വന്നപ്പോ എങ്ങനെ ഇരുന്ന മനുഷ്യനാന്നറിയോ? മക്കളെ, ആ മനുഷ്യൻ മെലിഞ്ഞു പോയത് എനിക്ക് നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ഉപ്പാനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഹാജറ വേണം. റളിയല്ലാഹു ആമീൻ പറയും. വീട്ടിന്റെ ഉള്ളിൽ ഒരു ഹാജറ വേണം. മോളെ, വാപ്പാനെ എന്നെ നിങ്ങൾ വേദനിപ്പിച്ച കുഴപ്പമില്ല, പക്ഷേ ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ആ മനുഷ്യൻ അത്രമേൽ കഷ്ടപ്പെട്ടവനാണ്. നേരെ തിരിച്ച് മക്കളെ ഇരുത്തിയിട്ട് പീടികയിലോട്ടൊന്ന് പോകുമ്പോ മക്കളെ വീട്ടിലോട്ട് കയറിയപ്പോ ഉമ്മ ഉറങ്ങാൻ. മക്കളെ, ഉമ്മ എന്ത്? ഉമ്മ ഉറങ്ങാൻ. നോക്കുമ്പോ പാവ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ. മക്കളെ വിളിക്കണ്ട. അതെന്താന്നറിയോ? ഈ വീട്ടിൽ രാവിലെ ആദ്യം എഴുന്നേക്കണ ആളാണ്. ഏറ്റവും അവസാനം ഉറങ്ങണ നമ്മുടെ ഉമ്മയാണ്. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ പാവണം തളർന്നുറങ്ങണാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ എന്ത് ചെയ്താലും ഉപ്പാനെ നിങ്ങൾ എന്തും ചെയ്ത് ഉപ്പാക്കത് പ്രശ്നമില്ല, പക്ഷേ നിങ്ങളുടെ ഉമ്മാന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കരുത്. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെ പരസ്പരം കടമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന ഹാജറയുടെയും ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ വീടുകളിലാണ് ഇസ്മായിൽമാര് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറ. ഭാര്യ ഭർത്താവിനെ കുറിച്ച്